ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ റിഫമോൾക്ക് സ്കൂൾ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ റിഫമോൾ എണീച്ചോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവൾക്ക് തലയിലൊക്കെ എണ്ണ ഇടണം, ഇന്നലെ ചെറിയൊരു പനിയാണെന്നൊക്കെ പറഞ്ഞ് മിസ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഗുളിക കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ പോകും കേട്ടോ. പിന്നെ ഒരു 1:30 വരെ ഒന്ന് ഷോപ്പ് ഓപ്പൺ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 3:30 ആകുമ്പോഴത്തേനും ഓഡിറ്റോറിയത്തിൽ എത്താൻ പറഞ്ഞേക്കാണ്. നമ്മൾ സ്കൂൾ വെച്ചിട്ടല്ല കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതേ നമ്മൾ അടുക്കളൻ്റെ അവിടുത്തെ വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു മോർണിംഗിന് ഇവിടുത്തെ വ്യൂ കാണാൻ നല്ല രസം, നല്ല കാറ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുക്കളത്തെ വ്യൂ ആണ് ആ കണ്ടത്. പിന്നെ അടുക്കളയിൽ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ചായയും കടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടുക്കളത്തെ വ്യൂ മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പോൾ ഞാൻ നമ്മളെ ഫ്രണ്ടത്തെ വ്യൂയും കാണിച്ചു തരാം കേട്ടോ. കോടമഞ്ഞ് മൂടിയ പോലെ കേട്ടോ. ഈ ഒരു വ്യൂ നല്ല രസം കേട്ടോ കാണാനും. ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഇളനീൻ്റെ കരിക്കൊക്കെ വെട്ടിയ തേങ്ങൻ്റെ ഇത് ഉണക്കാനിട്ടേക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് ഡ്രസ്സ് മിസ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ അത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് മുറ്റത്ത് ദേ 2 മൈന ഗ്ലോ. ഇപ്പോൾ സന്തോഷമാണ് ഇന്ന്. ഇങ്ങനെ അന്ധവിശ്വാസം എല്ലാവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് അറിയിക്കാം കേട്ടോ. ഞാൻ എന്നെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ മുറ്റത്ത് ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ മുറ്റത്തെ ഗ്ലോ മൈനിനെ കണ്ടത്. അപ്പോൾ അങ്ങനെ അതിനെയും കണ്ട് സന്തോഷിച്ച് ഞങ്ങൾ തലയിൽ എണ്ണ കാശ് കേട്ടോ. ഇനി നമ്മളിവിടെ ഈ ഗ്രില്ലുമ്പോൾ കുറേ ചെടികളൊക്കെ നടണമെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കുമെന്നറിയില്ല. അങ്ങനെ ഈ ചുരുണ്ട മുടി ഞാനിങ്ങനെ നീട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം എന്താ പറയുക, റിഫമോളെ കുളിപ്പിച്ച് തലക്ക് ശരിക്കും ഷാമ്പൊക്കെ ഇട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് എന്താ പറയുക ഷോപ്പിലോട്ട് പോകട്ടെ. അതിന് മുമ്പ് ഇവിടെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അലക്കിയതൊക്കെ വിരിക്കണം, അത് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് തൂത്ത് വാരണം. കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് നമ്മളെ മുറ്റടിച്ച് വരലും നമ്മളെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ സിമ്പിളായിട്ട് എൻ്റേതായ ഒരു പൊടിക്ക റെസിപ്പിയുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് അലക്കിയതൊക്കെ വിരിച്ചിടേണ്ടതുണ്ട്. ഞാനിവിടെ തന്നെയാണ് വിരിച്ചിടാറ്. കാരണം എന്താണെന്നറിയോ, വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങും ചെയ്യും. പിന്നെ ചെറുതൊക്കെ ഞാൻ സ്റ്റാൻഡിലും വിരിക്കും, വലിയതൊക്കെ ഞാനിങ്ങനെ അഴ കെട്ടിയാണ്ട് അതിമേ വിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ എല്ലാം റെഡി ആയിങ്ങാണ്ട് ഞാനും റിഫമോളും ഷോപ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ റിഫമോളെ മുടി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അയച്ചിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഓരോരുത്തർ പേര് എഴുതിങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മിസ്സ്. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഓരോന്നിങ്ങനെ സ്റ്റാപ്ലെയർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം ഒരു കവറിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന് ഒരുപാട് ഗിൽറ്റില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ സ്റ്റിച്ചിൻ്റെ സമയത്ത്. നമ്മൾ മേത്തും മുഖത്തും എല്ലാം ആവുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്കേർട്ട് ഇങ്ങനെ ഗിൽറ്റ് വെച്ചതും പിന്നെ ബ്ലൗസ് വന്നിട്ട് വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ കവറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിവിടെ പരാഗുന്നായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കിതുപോലെ ബൾക്കായിട്ടൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ പരാഗിൽ പോയിട്ട് എടുക്കണേ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പിന്നെ വീട്ടിൽ പോയി റെഡി ആയിങ്ങാണ്ട് ഇതേ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ചെന്നപ്പോഴേക്ക് കുറേ കുട്ടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ മേക്കപ്പിൻ്റെ പരിപാടിയിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓരോ കുട്ടികൾക്ക് ഇങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടെടുത്തുകൊണ്ട് മേക്കപ്പും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് വേറെ ഇങ്ങനെ കൺമഷി അങ്ങനെ ഓരോരുത്തരാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്യാൻ ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായില്ല, ഞങ്ങൾ തന്നെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഈ സ്പോഞ്ചും കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ വശമല്ല കേട്ടോ, അതാണ് ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതേ എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നല്ല സുന്ദരി കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ആ റെഡും യെല്ലോ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇവരുടെ നല്ല ഭംഗിയിലിട്ട് കാണാൻ. അങ്ങനെ നമ്മളെ ബിനു അടിമാലിച്ചേട്ടനാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അടിപൊളി സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മണിച്ചേട്ടൻ്റെ മിന്നാ മിനുങ്ങേ മിന്നു മിനുങ്ങേ എന്നല്ലേ ആ പാട്ടാണ് കേട്ടോ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവർക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റിഫോർമേഡ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിട്ട് സ്കൈ ബ്ലൂ കളറായിട്ട് ഫുള്ളും. പിന്നെ നമ്മൾ സിജുമോൻ്റെ പ്രോഗ്രാമാണ് ഇത്. ഇവർക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവർ ടീച്ചേഴ്സിന് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് പോലെ റോസാപ്പ് കൊടുക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ടോ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരത് ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ടീച്ചേഴ്സിനെ അവിടെ പിടിച്ചെത്തിയിട്ട് ടീച്ചറിന് ചെറിയൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കണേ. ടീച്ചറിനാണെങ്കിൽ ഭയങ്കര നാണ് കേട്ടോ. ടീച്ചർ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ ഒന്ന് എടുക്കാൻ പറ്റിയതുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ അവർ സ്റ്റേജൊക്കെ കയറിപ്പോയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് അവർ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. അപ്പോൾ എത്രക്കുള്ളൂ ഗൈസ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആനുവൽ ഡേ പ്രോഗ്രാം. നേരം 11:30 ആയപ്പോഴാണ് കേട്ടോ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എത്രയുള്ളൂ അപ്പുറത്തെ വീഡിയോ. അതുവരെയും ബൈ.